ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഹോമി ജഹാംഗീർ ഭാഭ അഥവാ ഹോമി ഭാഭ. ഭാഭയുടെ അമ്മാവനായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന ദൊറാബ്ജി ടാറ്റ. പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നു ഹോമി ഭാഭ. അദ്ദേഹത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കുക, അതായിരുന്നു ഈ ടാറ്റയുടെ ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹത്തെ പഠിക്കാനായിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചു. എന്നാൽ കേംബ്രിഡ്ജിലെത്തി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഹോമി ഭാഭ മനസ്സിലാക്കി ഇത് നമുക്ക് പറ്റിയ പണിയല്ല. അദ്ദേഹം പിതാവിന് ഒരു കത്തയച്ചു കൊടുത്തു. ബിസിനസ്സോ എഞ്ചിനീയറോ ജോലിയോ എനിക്ക് ചേർന്നതല്ല, അതെൻ്റെ സ്വഭാവത്തിന് യോജിക്കത്തുമില്ല. ബിഥോവനോട് ശാസ്ത്രജ്ഞനാകാനോ സോക്രട്ടീസിനോട് എഞ്ചിനീയർ ആകാനോ പറയുന്നുണ്ട് വല്ല കാര്യമുണ്ടോ? ഭൗതിക ശാസ്ത്രമാണ് എൻ്റെ വഴി. ഭൗതിക ശാസ്ത്രം പഠിക്കാൻ ദയവായിട്ട് എന്നെ അനുവദിക്കണം. അതിലാണ് എൻ്റെ ഒരു താല്പര്യവും അഭിനിവേശവും എന്ന് അദ്ദേഹം കത്തയച്ചു. ഭാഭയുടെ ഈ ആഗ്രഹം ആദ്യം പിതാവിനെയും അമ്മാവിനെയും നന്നായി വിഷമിപ്പിച്ചു. പിന്നീട് ഭാഭയുടെ കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ പിന്തുണ കൊടുത്തു. ഹോമി ഭാഭ ന്യൂക്ലിയർ ഫിസിക്സിൽ PhD നേടി. പിന്നീടുള്ളത് ചരിത്രമായി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 39-കാരനായ ഹോമി ഭാഭയെ 48-ൽ ആണവോർജ്ജ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാക്കി. ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് രൂപം നൽകിയത് ഹോമി ഭാഭയായിരുന്നു. സ്വന്തം അഭിനിവേശത്തെ പിന്തുടരുകയാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ താല്പര്യം, നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക, അങ്ങോട്ട് യാത്ര തുടങ്ങുക. ജീവിതത്തിൽ ഒരാൾക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷം കിട്ടുന്ന എവിടെയാണ്? തനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴാണ്. ആ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. എങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും. സ്വന്തം കഴിവുകളിലും താല്പര്യത്തിലും വിശ്വസിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ കുറച്ചധികം വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.